തിരുഹൃദയത്തിൻ മുൻപിൽ. സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 18ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ യാത്രയിലൂടെ കടന്നു പോകുന്നത്. ദിവ്യ രക്ഷകനായ ഈശോ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ പരമപിതാവിൻ്റെ തിരുമനസ് നിറവേറ്റുകയായിരുന്നു എന്ന് സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൽ ആഗതനായ ക്ഷണം മുതൽ ദുഃഖവും അപമാനവും നിറഞ്ഞ കുരിശുമരണം വരെയും പിതാവിൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയാക്കുന്നതിലായിരുന്നു ഈശോയുടെ സന്തോഷവും സംതൃപ്തിയും. ലോകത്തിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ തൻ്റെ പരമപിതാവിന് മാത്രമല്ല, അവിടുത്തെ നാമത്തിലും അധികാരത്തിലും ആരെല്ലാം ഉണ്ടായിരുന്നുവോ അവരെല്ലാവരെയും ലഘുവായ കാര്യങ്ങളിൽ പോലെയും മഹാസന്തോഷത്തോടും തൃപ്തിയോടും കൂടി അനുസരിക്കുകയും അവർക്ക് ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴും ഏതു വിധത്തിലുള്ള ആളായിരുന്നാലും എത്ര പ്രാവശ്യം ഒരു വൈദികൻ ബലിപീഠത്തിൽ ബലിയർപ്പിക്കുവാൻ കയറുമോ ആ പ്രാവശ്യങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് കീഴ്വഴങ്ങി അവിടുന്ന് ആഗതനാകുന്നു. എത്ര വിസ്മരണീയമായ ഒരു അനുസരണമാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്നാൽ ഇന്നാകട്ടെ നമ്മളെ പിതാവും നാഥനുമായ സൃഷ്ടാവിനെ അനുസരിക്കുവാൻ ഒരു മനുഷ്യനും മനസ്സാകുന്നില്ല. പൊടിയും പൊടിയിലേക്ക് പിന്തിരിയുന്നതിനുമായ മനുഷ്യ, നീ എന്തിന് അഹങ്കരിക്കുന്നു? നമ്മളോട് ഇന്ന് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണെന്ന് കരുതുക. നിന്റെ സൃഷ്ടാവും രാജാവും പിതാവുമായ ദൈവപുത്രൻ്റെ അത്ഭുതകരമായ അനുസരണം നിങ്ങളെ ആരെയും ലജ്ജിതരാക്കുന്നില്ലേ? സർവചരാചരങ്ങളുടെയും നാഥനായ ദൈവം മനുഷ്യരെ അനുസരിക്കുന്നുവെങ്കിൽ ഈ പരമപിതാവിൻ്റെ സ്ഥാപന അധിപതികൾക്ക് നിന്റെ ശിരസ് നമിച്ച് അനുസരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഈശോയുടെ ദിവ്യപ്രമാണങ്ങളെയും അവിടുത്തെ മൗലിക ശരീരവുമായ സഭയുടെ കൽപ്പനകളെയും അനുസരിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ട്? അനുസരണയുള്ളവന് മാത്രമേ വിജയം വരിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നുണ്ട്. അതിനാൽ ദിവ്യപ്രമാണങ്ങൾ അനുസരിച്ച് നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ നമുക്ക് യത്നിക്കാം. ആമേൻ. This is a sweet and bitter spiritual program. Join with us in sharing